ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 29. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവശ്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിത് ഏനം ആശ്ചര്യവത് വദതി തഥൈവ ച അന്യഃ ആശ്ചര്യവത് ച ഏനം അന്യഃ ശൃണോതി ശ്രുത്വാപി ഏനം വേദ ന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവശ്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. മഹത്തുക്കളിൽ ചിലർ ആത്മാവിനെ ആശ്ചര്യമെന്ന നിലയിൽ ദർശിക്കുന്നു. അപ്രകാരം തന്നെ ചിലർ ഇതിനെ ആശ്ചര്യമെന്ന നിലയിൽ സ്തുതിക്കുന്നു. വേറെ ചിലർ ഇതിനെ ആശ്ചര്യമെന്ന നിലയിൽ കേൾക്കുന്നു. എന്നാൽ മറ്റു ചിലർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നതായി ഭാവിക്കുന്നതേയില്ല. ഭീമാകാരമായ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിലും വൃക്ഷങ്ങളിലും അതിസൂക്ഷ്മങ്ങളായ ഓരോ ജീവാണുവിലും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വളരെ ആശ്ചര്യകരം തന്നെയാണ്. ആത്മാവിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും കരകയറാൻ വേഗത്തിൽ സാധിക്കുന്നതാണ്. ഏതുവിധത്തിലെങ്കിലും ആത്മാവിനെക്കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ സാധിച്ചാൽ മനുഷ്യജന്മം സഫലമായി തീരുന്നു. ഭഗവത്ഗീതയിലെ ഈ 2-ാം അധ്യായം ശ്രദ്ധയോടുകൂടി പഠിച്ച് മനനം ചെയ്യുന്ന ഒരാൾക്ക് ആത്മാവിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശ്ലോകം 30. ദേഹി നിത്യമവത്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ദേഹി നിത്യം അവത്യ അയം ദേഹി സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതും അർഹസി. ദേഹി നിത്യമവത്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഹേ ഭാരത, എല്ലാവരുടെയും ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവ് അനശ്വരനാണ്. അതിനെ വധിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ്. ഒരു ക്ഷത്രിയനെന്ന നിലയ്ക്ക് അർജുനൻ തൻ്റെ മുത്തച്ഛനായ ഭീഷ്മരും ഗുരുവര്യനായ ദ്രോണരും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്നും പിന്മാറാൻ പാടില്ല. ശ്ലോകം 31. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാർത്ഥി യുക്താത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ.
സ്വധർമ്മം അപി ച അപേക്ഷ്യ ന വികമ്പിതും അർഹസി ധർമ്മ്യാർത്ഥി യുക്താത് ശ്രേയഃ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാർത്ഥി യുക്താത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കിയാലും നീ പതറാൻ പാടില്ല. കാരണം ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുകയാണ്. ഇതിലും ശ്രേഷ്ഠമായ മറ്റൊന്ന് ഒരു ക്ഷത്രിയനില്ല. സ്വധർമ്മം രണ്ടു വിധമാണ്. മതപ്രമാണങ്ങൾ അനുസരിച്ച് ഓരോ ശരീരത്തിനും നിറവേറ്റേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. എന്നാലേ മുക്തി ലഭിക്കൂ. ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായിത്തീരുന്നു. സ്വധർമ്മം എന്നത് ഈശ്വരകൽപ്പിതമാകയാൽ അത് പാലിക്കുക തന്നെ വേണം. ഏത് പ്രവർത്തന മേഖലയിലായാലും ഉന്നതരുടെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുക എന്നത് ജീവിതത്തെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്നു. ഹരി ഓം.